ലാലേട്ടന്റെ എമ്പുരാൻ സിനിമയുടെ ഫൈനൽ ക്ലോസിംഗ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റ് നമുക്ക് പരിശോധിക്കാം. നമുക്ക് എമ്പുരാൻ സിനിമയുടെ നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ പൃഥ്വിരാജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മുരളി ഗോപിയാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ദീപക് ദേവാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ആശീർവാദ്, ലൈക്ക പ്രൊഡക്ഷൻസ്, അതുപോലെ തന്നെ ഗോകുലം മൂവീസ് ഒക്കെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. 150 കോടിന് അടുത്തായിട്ടാണ് സിനിമയുടെ ഒഫീഷ്യലായിട്ട് ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും സിനിമയുടെ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് ക്ലോസിംഗ് അപ്ഡേറ്റ് ആയ ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റ്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കേരളം നിന്ന് മാത്രമായിട്ട് 86.25 കോടിയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് നമ്മുടെ 2018 സിനിമയുടെ കളക്ഷൻ തീർക്കാൻ സാധിച്ചില്ല. കർണാടകയിൽ നിന്ന് മാത്രം 10 കോടിന് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഫൈനൽ കളക്ഷൻ. 12.72 കോടിയാണ് സിനിമയുടെ കർണാടകയിലെ ഫൈനൽ കളക്ഷൻ. തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ 10 കോടി കാണാൻ സാധിക്കുന്നില്ല. 10 കോടി സാധിച്ചില്ല സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട്. 9.10 കോടിയാണ് നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് ഫൈനൽ കളക്ഷൻ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 8.90 കോടിയാണ് സിനിമയിൽ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ നോക്കുകയാണെങ്കിൽ. പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഭാഗത്ത് നിന്ന് 3.75 കോടി. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ ടോട്ടലായിട്ട് 120 കോടിന് മുകളിലായിട്ടാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 120.72 കോടി. ഇനി GCC ആയി നമ്മുടെ UAE, സൗദി അറേബ്യ, നോർത്ത് അമേരിക്ക, UK, ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ റെസ്റ്റ് ഓഫ് ദ വേൾഡ് നമ്മുടെ ഓവർസീസ് കളക്ഷൻ പരിശോധിക്കാം. നമുക്ക് ഓവർസീസ് മാത്രം സിനിമയ്ക്ക് ഫൈനലായിട്ട് 144.80 കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഓവർസീസ് കളക്ഷൻ മാത്രമായിട്ട്. അങ്ങനെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്ലോബൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ ഫൈനലായിട്ട് 265.50 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാള സിനിമയും കൂടി ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. അതും നമ്മുടെ മഞ്ഞുവിൽ ബോയ്സ് എന്ന സിനിമയുടെ കളക്ഷൻ തകർത്തുകൊണ്ട്. എന്തായാലും സിനിമയുടെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ സിനിമയ്ക്ക് ഒഫീഷ്യലായിട്ട് സിനിമ ടീം പുറത്തുവിട്ടത് 31 ദിവസത്തെ ഓൾമോസ്റ്റ് 325 കോടി സിനിമ നേടിയെടുത്തു എന്നാണ് ഒഫീഷ്യലായിട്ട്. ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ ഈ OTT സാറ്റലൈറ്റ് ബിസിനസ് ഒക്കെ ഉൾപ്പെടെയായിട്ട്. എന്തായാലും അതും നല്ലൊരു മികച്ച കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക്. എന്നാൽ പോലും സിനിമ നല്ലൊരു റെസ്പോൺസ് നേടിയെടുത്തെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും മികച്ചൊരു കളക്ഷൻ കാണാൻ സാധിച്ചു. സിനിമ മിക്സ് ആയിട്ടാണ് ഇത്രയും നല്ല കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലാലേട്ടൻ്റെ കൂടുതൽ സിനിമകളെ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട്. നിലവിൽ നമ്മുടെ ലാലേട്ടൻ തരുൺമൂർത്തി സിനിമയായ തുടരും സിനിമയും 200 കോടി സിനിമ നിലവിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതും വെറും 17 ദിവസം കൊണ്ട്. എന്തായാലും മറ്റൊരു 200 കോടി സിനിമയും വന്നിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ബാക്ക് ടു ബാക്ക് 200 കോടി സിനിമകൾ, അതും ഒരു വർഷം തന്നെയായിട്ട്. എന്തായാലും വലിയൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് നമ്മുടെ ലാലേട്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ. ലാലേട്ടൻ ഇനിയും തുടരും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ. കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്. തുടരും സിനിമയും അതുപോലെ തന്നെ എമ്പുരാൻ സിനിമയും കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കാൻ നമുക്ക് ലാലേട്ടൻ്റെയും അതുപോലെ തന്നെ മറ്റ് സിനിമാ നടന്മാരുടെയും കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.